ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നാണ് വി.ഡി. സതീശൻ പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞെന്താ, അവർക്കിപ്പോൾ മതരാഷ്ട്രവാദം ഇല്ലെന്നാ. അവർക്ക് എന്നും മതരാഷ്ട്രവാദമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM പറയുന്നതെങ്കിൽ, അത് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ നയിക്കാൻ വേണ്ടിയിട്ട് പിണറായിയെ തന്നെ മുന്നിൽ നിർത്തണം. വേറൊരുത്തൻ്റെ ഭാര്യയാണ് എന്നറിയുമായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി അവരുമായിട്ട് ഇണചേരുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ട് തെറ്റല്ലേ? അടുത്ത ഇലക്ഷന് UDF വന്നാൽ അന്ന് വെള്ളാപ്പള്ളിയിലെ എവിടെ ഉണ്ടാവില്ല, സുകുമാരൻ നായരും ഉണ്ടാവില്ല. വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ വേണ്ട എന്താണ്? തുഷാർ വെള്ളാപ്പള്ളി എവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിൽ വരുന്നില്ലെങ്കിൽ അവർ വിചാരിച്ചാൽ രാജ്യസഭയിൽ കൊണ്ടുവരാലോ, അവർ വിചാരിച്ചാൽ മന്ത്രിയാക്കാലോ. ഇതിനെല്ലാം തുടക്കം വെള്ളാപ്പള്ളി നടേശനെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സമയത്ത് കാറ് കയറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത്രയും വിഷയമാക്കേണ്ട ഒരു കാര്യമാണോ ഈ കാറ് കയറ്റി കൊണ്ടുപോകാന്നുള്ളത്? അത് വലിയ വിഷയമാണ്. എന്താണെന്ന് അറിയോ, അതൊരു കാറിൽ കയറ്റുന്നതല്ല. അത് വെള്ളാപ്പള്ളിക്ക് പറഞ്ഞാൽ മനസ്സിലായി, അദ്ദേഹത്തിന് വീട്ടിൽ 30 കാറുണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല, അതായത് അതിനൊരു പ്രതീകാത്മകമായ ഒരർത്ഥം അതിനുണ്ട്. ആ കാറിൽ ആര് കയറുന്നത് നമുക്കെന്താ? പക്ഷേ ഒരാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റുമ്പോൾ അത് നമ്പർ 1 എന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെ ചെലവിൽ ഓടുന്ന കാറാത്. നമ്മുടെ നികുതി കൊണ്ടാണ് പണം ആ കാർ ഓടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ താൻ ഒരു സഹപ്രവർത്തകനായിട്ട് സഹചാരിയായിട്ട് അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കാൻ പറ്റിയ ആളല്ല വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പല ക്രിമിനൽ കേസിലും പ്രതിയാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളെ കാറിൽ കയറ്റുമ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം വേറെയാണ്. അല്ലാതെ ഒരു കാറിൽ കയറി എന്നുള്ളതല്ലത്. CPMൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളാണ്. ഇതിൽ ചോർന്നു പോകുന്നു എന്നുള്ളൊരു പേടി കൊണ്ടാണോ വെള്ളാപ്പള്ളി നടേശൻ്റെ? അല്ല ആയിരിക്കാം, എനിക്ക് പറയാൻ പറ്റില്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുക എന്നൊരു ഏർപ്പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ ഓർമ്മയിൽ ആരൊക്കെ ജയിപ്പിക്കാൻ പറഞ്ഞു അവർ മിക്കവരും തോറ്റിട്ടും, ആരൊക്കെ തോൽപ്പിക്കാൻ പറഞ്ഞു അവർ മിക്കവരും ജയിച്ചിട്ടുമാണ് ഞാൻ കാണുന്നത്. ഇതുപോലെ സുകുമാരൻ നായർ പറഞ്ഞാൽ നായന്മാരൊക്കെ വോട്ട് ചെയ്യും. ഇതൊക്കെ തെറ്റിദ്ധാരണകളല്ലേ? സുകുമാരൻ നായർ ജയിപ്പിക്കാൻ പറഞ്ഞ മിക്ക ആളും തോറ്റിട്ടും, തോൽപ്പിക്കാൻ പറഞ്ഞ മിക്ക ആളും ജയിച്ചിട്ടുമാണ് ഞാൻ കണ്ടത്. ഇതൊക്കെ അബദ്ധധാരണകളാണ്. ഇപ്പോൾ ബിഷപ്പ് പറഞ്ഞ എല്ലാവരും വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഇപ്പോൾ കാന്തപുരം AP മുസ്ലിയാർ തോൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനാർത്ഥി ജയിച്ചില്ലേ പെരിന്തൽമണ്ണയിൽ? അദ്ദേഹം ജയിപ്പിക്കാൻ പറഞ്ഞ ആൾ തോൽപ്പിക്കാൻ പറഞ്ഞ ആൾ ജയിക്കുകയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ BDJSന് വോട്ട് ഉണ്ടാവണ്ടേ? അത് നോക്കിയാൽ പോരെ നിങ്ങൾക്ക്. അതായത് BDJSൻ്റെ നേതാവ് ആരാണ്? തുഷാർ വെള്ളാപ്പള്ളിയാണ്. ആരാ അദ്ദേഹം? വെള്ളാപ്പള്ളി നടേശൻ്റെ പുത്രനാണ്. ഇപ്പോൾ BJP അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല, ഉണ്ടോ? BJPക്ക് അറിയത്, ഇത് പിണറായിക്ക് അത് അറിയാത്തത്. ഈ കളിയൊന്നും ഇലക്ഷൻ നടക്കില്ലെന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ട്. വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ വേണ്ട എന്താണ്? തുഷാർ വെള്ളാപ്പള്ളി എവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിൽ വരുന്നില്ലെങ്കിൽ അവർ വിചാരിച്ചാൽ രാജ്യസഭയിൽ കൊണ്ടുവരാലോ, അവർ വിചാരിച്ചാൽ മന്ത്രിയാക്കാലോ. ഇതൊന്നും നടക്കുന്നില്ല. ഇത് നടക്കുന്നില്ല എന്ന് തിരിയാത്ത ആർക്കാണ്? പിണറായി വിജയനാണ് തിരിയാത്തത്. SNDP NSS ഐക്യം ഇപ്പോൾ പൊളിഞ്ഞല്ലോ. ഇത് ഇയാൾക്ക് പത്മഭൂഷൺ കൊടുത്തത് കൊണ്ടാണോ, അതല്ല BJPയിലേക്ക് ഉള്ള ഒരു വഴിവെട്ടുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണോ സുകുമാരൻ നായർ കാലം മാറിയത്? അല്ല, ഇതിൻ്റെ ഒരു വലിയ ഒരു തമാശ എന്ന് വെച്ചാൽ ഈ SNDP NSS ഐക്യം എന്ന് പറഞ്ഞൊരു പുതിയ സാധനം അല്ല. SNDP എന്നുണ്ടായത് 1903. 11 കൊല്ലം കഴിഞ്ഞ് 1914 NSS ഉണ്ടാവുന്നത്. അന്ന് അതിൻ്റെ പേര് നായർ ഭൃത്യജന പരിപാലന സംഘടന, പിന്നെ പേര് മാറ്റി NSS ആക്കി. അന്ന് അനവധി കാര്യങ്ങൾ ഇവർ ഒന്നിച്ചാ. കാരണം അന്നത്ത് പത്മനാഭന് സമുദായ പരിഷ്കരണത്തെ പറ്റിയും നവോത്ഥാനം പറ്റിയൊക്കെ ഒരു ധാരണയുണ്ട്. നവോത്ഥാനത്തെ പറ്റിയൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 1924-25 കാലത്താണ് വൈക്കം സത്യാഗ്രഹം. അന്ന് SNDP NSS ഒന്നിച്ചാണ്. വൈക്കത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലെ വഴിയിലൂടെ ഐത്യജാതിക്കാർക്ക് നടന്നു പോകാൻ സ്വാതന്ത്ര്യം വേണം എന്നാണ് SNDP NSSും പറഞ്ഞത്. 5-6 കൊല്ലം കഴിഞ്ഞിട്ട് 31-32 കാലത്ത് ഗുരുവായൂർ സത്യാഗ്രഹം. എന്താണ് അതിൻ്റെ ആവശ്യം? എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കൊടുക്കണം, ജാതിഭേദമില്ലാതെ. അതിനെ അനുകൂലിക്കാൻ NSS ചെയ്തത്. SNDP മാത്രമല്ല പറഞ്ഞത്. അന്ന് ഐത്യജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞ് സവർണ ജാഥ നയിച്ച നേതാവിൻ്റെ ഒരു മനത്തോത്തനാവെന്ന. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. SNDPയിലെ നേതാക്കന്മാർ പലരും കോൺഗ്രസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല. NSSൻ്റെ ഏറ്റവും വലിയ നേതാവ് മന്നത്തോത്തനാവനല്ലേ? അദ്ദേഹം 1964 വരെ കോൺഗ്രസ്സാണ്. 64 കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പിരിഞ്ഞു പോകുന്നു കോൺഗ്രസുമായിട്ട്. SNDPയുടെ നേതാക്കന്മാരാര്? ഏറ്റവും പഴയ ഒരാൾ TK മാധവൻ, സഹോദരൻ അയ്യപ്പൻ, C കേശവൻ, R ശങ്കർ, ഇവരൊക്കെ കോൺഗ്രസ്സാണെന്നേ. ഇവരൊക്കെ ഒന്നിച്ചാണ്. NSS SNDP ഒന്നിച്ചാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മന്നത്തിൻ്റെയും ശങ്കരൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് 2012 ഇവർ തമ്മിൽ ഒരു ഐക്യശ്രമം ഉണ്ടായിരുന്നു. 2014 ഒരു ഐക്യശ്രമം ഉണ്ടായിരുന്നു.
അതൊക്കെ പൊളിഞ്ഞു. എന്താ പൊളിയുന്നതെന്ന്? പൊളിയുന്നത് വളരെ ലളിതമാണ്. അതായത് NSSൻ്റെ താല്പര്യങ്ങളും SNDPയുടെ താല്പര്യങ്ങളും നേർവിപരീതമാണ്. ഞാനൊരു തെളിവ് പറയാം. ജാതി സംവരണം വേണം എന്നാണ് SNDPക്ക്, അത് പാടില്ല, സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നാണ് NSSന്. അടിസ്ഥാന ആവശ്യമാണുള്ളത്, അത് യോജിക്കാൻ പറ്റില്ല. ചില മേഖലകളിൽ NSS അത് നേടി, ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ സാമ്പത്തിക സംവരണം 10% ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാര്യം, ആഗോള അയ്യപ്പ സംഗമം CPM സംഘടിപ്പിച്ചത് തന്നെ NSSനെ SNDPയെ ഒരുമിപ്പിക്കാനാണെന്നാണ് എൻ്റെ തോന്നൽ. ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണത്തിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം CPM സംഘടിപ്പിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ രണ്ടുപേരും ഒന്ന് ഒരേപോലെ പിണറായി വിജയനെ പുകഴ്ത്തിയല്ലോ. കാരണം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ വകയിൽ ഹിന്ദു മനസ്സിൽ തങ്ങളോടൊരു വിരോധമുണ്ടെങ്കിൽ അത് തീർന്നു പോകണം എന്ന് വെച്ചിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിലേക്ക് ആളെ കൂട്ടാൻ, അതിലേക്കാണല്ലോ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത്, അതിലേക്കാണല്ലോ കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നത്, അതിലേക്കാണല്ലോ സുകുമാരൻ നായർ വന്നത്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടി ഈ അടുത്ത കാലത്ത് ഒരിക്കലും ഇല്ലാത്ത അഭിപ്രായക്കും പിണറായി വിജയനെ പുകഴ്ത്തുന്നതിലുണ്ടായല്ലോ. CPM വന്നാലും BJP വന്നാലൊക്കെ വെള്ളാപ്പള്ളിക്ക് മേൽക്കൈ ഉള്ള തരത്തിൽ ഒരു രാഷ്ട്രീയമായ അലയൻസ് ഉണ്ടാവുക എന്ന് വന്നാൽ അതിൻ്റെ ഗുണം സുകുമാരൻ നായർക്കല്ല, വെള്ളാപ്പള്ളിക്കാണ്. ഇനി വേറെ ഒരു പ്രശ്നമുണ്ട്. എങ്ങാനും അടുത്ത ഇലക്ഷന് UDF വന്നാൽ അന്ന് വെള്ളാപ്പള്ളിയിലെ എവിടെ ഉണ്ടാവില്ല, സുകുമാരൻ നായരും ഉണ്ടാവില്ല. സുകുമാരൻ നായർ ഇതുവരെ സമദൂര സിദ്ധാന്തം പറഞ്ഞ് നടന്ന ആളാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ എടുത്തൊരു പണിയുണ്ട്, VD സതീശനെ ചീത്ത പറയാം. അത് UDFന് ദുർബലപ്പെടുത്താനാണ്, കോൺഗ്രസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ്. രമേശ് ചെന്നിത്തലയാണ് കൊള്ളാവുന്ന നേതാവ് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതൊക്കെ ഈ തിരിപ്പുണ്ടാക്കാനാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു സമുദായ സംഘടനയ്ക്ക് കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാണ്? SNDPക്കാണ്. വ്യക്തത. കഴിഞ്ഞ ദിവസം ഒരു സർവേ വന്നു, പിണറായി വിജയനേക്കാൾ കൂടുതൽ ജനപ്രീതി VD സതീശനാണ് എന്നുള്ള. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള ഒരു ബിൽഡപ്പ് ഒരുങ്ങുന്നില്ലേ? ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായും വ്യക്തമായും നിലപാടെടുത്ത ആൾ VD സതീശനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ PV അൻവറിനെ അന്ന് നിലമ്പൂരിൽ പിന്തുണയ്ക്കേണ്ട എന്നുള്ള നിലപാട് ഒക്കെ എടുക്കുന്നത് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു ആദർശാത്മകമായ നിലപാടെടുക്കുന്ന ആരാണ്? സതീശനാണ്. പിന്നെ അവിടെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? ഒന്ന് ശശി തരൂരാണ്. അദ്ദേഹം കോൺഗ്രസ്സിലാണോ BJPയിലാണോ ഇടതുപക്ഷത്താണോ രാഷ്ട്രീയം തന്നെ വിടുകയാണോ വേറെ വല്ലതുമാണോ ഒന്നും തിരിയുന്നില്ല. ആർക്ക്? നമുക്ക് തിരിയുന്നില്ല എന്നല്ല, അദ്ദേഹത്തിന് തന്നെ തിരിയുന്നില്ല. പിന്നെ വേണ്ടതിലേറെ പരിക്ക് ഇപ്പോൾ കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ആ വാർത്ത പുറത്തു വന്ന ഉടനെ രാജിവെക്കേണ്ടതാണ്. എന്താ കാരണം? ആ വന്ന 10-12 ആരോപണങ്ങളിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പോലും തൻ്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം എന്ത് ചെയ്യണം? സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി, നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കി. ഇതൊക്കെ ആയിട്ട് രാജിവെച്ചിട്ടില്ല. അത് എനിക്ക് വളരെ കഷ്ടം തോന്നുന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തീരെ ലജ്ജയില്ലാതെ പെരുമാറുന്നല്ലോ. ആ നിലപാടൊക്കെ എടുത്തത് സതീശനാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പം നിന്ന് പിഴയ്ക്കാവുന്ന, കാരണം അന്തസ് എന്ന് പറഞ്ഞാൽ എന്താ? നിലപാടിൻ്റെ പേരിലുണ്ടാകുന്ന കാര്യം അന്തസ്, അല്ല വെറുതെ ഉണ്ടാവില്ല അന്തസ്. നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ KPCC ആണോ, നിങ്ങൾ DCC ആണോ ഒന്നുമല്ല. അഭിപ്രായമുണ്ടോ? അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു വെക്കുന്നുണ്ടോ? ആദർശാത്മകമായ അഭിപ്രായമാണോ നിങ്ങൾ പറയുന്നത്? അതിപ്പോൾ തൽക്കാലം കോൺഗ്രസിൽ പറയുന്നത് VD സതീശനാണ്. LDFനെ അടുത്ത തവണയും നയിക്കുക പിണറായി വിജയനാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷേ UDFന് അങ്ങനെ ഒരാളെ എടുത്തു കാട്ടാൻ പേടിയുണ്ടോ? LDF പറയുന്ന ഒരു കാര്യം ഭരണവിരുദ്ധ വികാരമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുമാതിരി വാതിലുള്ള എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ അളവിലുള്ള വിജയമൊന്നും UDF എന്നെ കണക്കാക്കിയിട്ടില്ല. ഈ അളവിൽ ജയിക്കുന്നവർ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്താ ഉണ്ടായത്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM പറയുന്നതെങ്കിൽ, അത് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ നയിക്കാൻ വേണ്ടിയിട്ട് പിണറായിയെ തന്നെ മുന്നിൽ നിർത്തണം. മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടിയാണ് അവർ വോട്ട് ചോദിക്കേണ്ടത്. പിണറായി നിർത്തി വോട്ട് ചോദിക്കണം. പിന്നെ കോൺഗ്രസിനകത്ത് അവർ പലപ്പോഴും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കാറൊന്നുമില്ല. ഇപ്പോൾ അവരെ നയിക്കുന്നത് നമ്മളെ അനുഭവത്തിൽ VD സതീശനാണ്. ഈ തദ്ദേശ ഫലം നോക്കുമ്പോൾ ഏകദേശം ഒരു 80-85 സീറ്റോളമാണ് UDFന്
കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 100 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. പക്ഷേ ഈ തദ്ദേശ ഫലം കൊണ്ട് മാത്രം അമിതമായി ആത്മവിശ്വാസത്തിൽ പോകുന്നതിൽ ഒരു സുഖമുള്ള കാര്യമാണോ? സുഖമുള്ള കാര്യമല്ല. അതായത് ഇപ്പോൾ ഇനി വരാൻ പോകുന്നൊരു കാര്യം വെച്ചാൽ കോൺഗ്രസിനകത്ത് 2 കുഴപ്പമാണ് വരാൻ പോണത്. ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ പതിവ് സ്വഭാവം തമ്മിത്തല്ല്. അതായത് അവർ ജയിച്ചിട്ടില്ല, അവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാണെന്ന് ആലോചിക്കാൻ പാടില്ലല്ലോ. അത് പക്ഷേ പുറമേക്കെങ്കിലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ അത് പറയുന്നുണ്ട്. അത്രയും ആശ്വാസം. പിന്നെ അവരുടെ KSU യൂത്ത് കോൺഗ്രസ് നിരകളില്ലേ, അവരൊക്കെ എന്തായാലും ജയിക്കും എന്നുള്ളൊരു ആലസ്യത്തിൽ വീണുപോകും. ജനങ്ങളോട് വർത്തമാനം പറയാതെ, വീടുകൾ ചെന്ന് സംസാരിക്കാതെ, മീറ്റിങ്ങുകൾ നടത്താതെ, ജാഥ നടത്താതെ, സമരം നടത്താതെയൊക്കെ ഞങ്ങൾക്കിപ്പോൾ ഇത് താരത്തിൽ വെച്ച് ഇങ്ങോട്ട് കിട്ടും. ആ ആലസ്യം കോൺഗ്രസിന് വന്നാൽ അതിൻ്റെ നേട്ടം CPM-നായിരിക്കും. CPM-നെ നമ്മൾ അങ്ങനെ കുറച്ചും കണ്ടുവിടാലോ. ഇല്ലില്ല, അല്ല അങ്ങനെ അല്ല. എന്താണെന്നറിയോ, അവരുടെ ഗൃഹസമ്പർക്ക പരിപാടി നല്ല പരിപാടിയാണ്. കാരണം എന്താണെന്നറിയോ, ആളുകൾക്ക് എന്തൊക്കെ ദേഷ്യമുണ്ട് അതൊക്കെ സംസ്ഥാന നേതാക്കന്മാരോ ജില്ലാതല നേതാക്കന്മാരോ പറയുമ്പോൾ പറഞ്ഞാൽ ദേഷ്യം അങ്ങ് തീർന്നു പോകുമല്ലോ. അപ്പം അതൊക്കെ ചേച്ചി പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അമ്മാവൻ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാം, ഞങ്ങൾ തിരുത്താം എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു ആശ്വാസം വരും. ആ ഗൃഹസമ്പർക്ക പരിപാടി വളരെ ഫലമുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മാറാട് സംഭവം പറഞ്ഞപ്പോഴും MV ഗോവിന്ദൻ പറഞ്ഞത് ഇനിയും ഞങ്ങൾ മാറാട് പറയും എന്ന് തന്നെയാണ്. നമ്മൾ ബാബറി പറയുന്നില്ലേ, ഗുജറാത്ത് പറയുന്നില്ലേ, അതുപോലെ ഇനിയും മാറാട് പറയും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. മാറാട് പറയുന്നതിലല്ല പ്രശ്നം, മാറാട് പറഞ്ഞ രീതിയാണ് പ്രശ്നം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുകയാണ്. അപ്പം മോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞത് ഗുജറാത്തിലും ഞങ്ങൾ ആദ്യം കോർപ്പറേഷനായിരുന്നു പിടിച്ചത്, അതുപോലെ അഹമ്മദാബാദാണ് പിടിച്ചത്, അതുപോലെ ഞങ്ങൾ കേരളവും പിടിക്കും എന്നാണ്. അല്ല, അവർക്ക് പ്രതീക്ഷിക്കാൻ എല്ലാ വകുപ്പും ഉണ്ട്. ഇപ്പോൾ അവർക്കിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട്, ഇവിടെ അവർക്കൊരു MP ഉണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവർ പലയിടത്തും നില വളരെ മെച്ചപ്പെടുത്തിയല്ലോ. പാലക്കാട്ട് ഷാഫി പറവൂർ ആരെ തോൽപ്പിച്ചത്? വല്ലവരെയല്ല, മെട്രോമാനെയാണ് തോൽപ്പിച്ചത്, ശ്രീധരനെ അല്ലേ? 5000 വോട്ടിൽ നിന്ന് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞു. അയാൾ MP ആയിരിക്കെ, അയാൾ MLA ആയിരിക്കെ അയാൾ വടകരയിൽ മത്സരിച്ചു. അയാൾ 1,00,000 വോട്ടിന് അവിടെ ജയിച്ചു. ആ വകയിലുണ്ടായ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇയാൾ വരികയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ഓളം വോട്ടിന് ജയിച്ചു. അയാൾ ആദ്യമായിട്ട് മത്സരിക്കുക, വളരെ ചെറുപ്പക്കാരൻ. അങ്ങനെ കേസ് വരുന്നത്. അപ്പോൾ അന്ന് അവിടെ 2ാം സ്ഥാനത്താണ് ആര്? BJP. ശ്രീധരൻ എൻ്റെ ഓർമ്മയിൽ 3ാം സ്ഥാനത്തായിരുന്നു. അവർ വളരെ നില മെച്ചപ്പെടുത്തി. ഇനിയിപ്പോൾ അവിടെ ആര് മത്സരിച്ചാലും BJP ജയിക്കുള്ളൂ. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്ര കാലം വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധമായിരുന്നു വോട്ടർമാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ഇലക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിൽ ഒരു വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പാലക്കാട് പിടിച്ചു, അതുപോലെ ഇപ്പം തിരുവനന്തപുരം പിടിച്ചു. അപ്പം ജനങ്ങളുടെ മൈൻഡ് സെറ്റേ മാറിയില്ലേ? അതെ, അല്ല, BJPക്ക് സ്വീകാര്യത ഉണ്ടായി. അതിലൊരു പ്രധാന കാര്യമാണ് എന്താണെന്നറിയോ, UDF-ൻ്റെയും LDF-ൻ്റെയും അഴിമതി, കാര്യപ്രാപ്തി ഇല്ലായ്മ, ഇതൊക്കെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഒരു മൂന്നാമത്തെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ, അതിപ്പോൾ ഉണ്ടായി വരികയാണ്. അതിൽ വലിയ പങ്ക് വഹിച്ചത് ഒന്ന് ഒരിക്കൽ നേമത്തല്ലേ, നമ്മുടെ O രാജഗോപാൽ ജയിച്ചു. പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നെ V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. കേരളത്തിലുള്ള രാജ്യസഭാ മെമ്പർമാർ. പിന്നെ ഇപ്പോൾ ലോക്സഭാ മെമ്പർ തന്നെ സുരേഷ് ഗോപി മന്ത്രിയാണ്. പിന്നെ അവർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് വരുന്നുണ്ട്, എല്ലായിടത്തും പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെ പലതുണ്ട്. അവരുടെ ദൃശ്യത വളരെ കൂടി, വിസിബിലിറ്റി വളരെ കൂടി. ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ഒക്കെ തന്നെ കോൺഗ്രസിൻ്റെ തുടർഭരണം അഴിമതിയും കെടുകാര്യസ്ഥയും സ്വജനപക്ഷപാതവും കൂടിയിട്ടാണല്ലോ BJP എന്നല്ലാതെ എല്ലാവരും കൂടി RS ആയിട്ടൊന്നും വന്നതല്ല BJP. വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് വരുന്ന ആ അവസ്ഥ എവിടെയും വരാൻ പോവാണ്. അത് UDF വളരെ കരുതിയിരിക്കേണ്ടതാണ്, അത് LDF-ഉം കരുതിയിരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അവർ തമ്മിലാണല്ലോ പൊരുന്നത്. അതിൻ്റെ ഗുണം BJPക്ക് അത്രയുള്ള കാര്യം. BJP നേതാക്കളൊക്കെ പറയുന്നത് പട്ടികജാതി വർഗ വിഭാഗങ്ങളിലൊക്കെ കൂടുതൽ ആക്സസ് കിട്ടിയെന്നാണ്. അതിനെപ്പറ്റി നമുക്കൊരു പറയാനൊരു തെളിവിപ്പില്ല. അപ്പോൾ ആദിവാസികളുടെ ഇടയ്ക്ക് ഇവരാരും വർക്ക് ചെയ്യുന്നില്ല. ആദിവാസികൾക്ക് വേണ്ടി ഇവിടെ ഒരു പാർട്ടിയും കാരണം അവർക്ക് ഒരു MLA ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള വോട്ട് ഏകീകരണം അവർക്ക് എവിടെയില്ല. ഇപ്പോൾ ഹൈ റേഞ്ചിലോ ഇടുക്കിയിലോ അട്ടപ്പാടിയിലോ വയനാട്ടിലോ ഒന്നും വയനാട്ടിൽ 3 MLA-മാരുണ്ട്.
അതിലേതെങ്കിലും ഒരു MLA ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ അവിടുത്തെ ആദിവാസിക്ക് പ്രാപ്തിയില്ല. അവനെ ശ്രദ്ധിക്കില്ല. അവന് ദളിതരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ മാഷ ഒരു വിലയിരുത്തൽ എന്താ, BJP ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ടോ വരുന്ന ഇലക്ഷനിൽ? എൻ്റെ കണക്കിന് BJP പാലക്കാട് സീറ്റ് എന്തായാലും നേടും. മറ്റു പലയിടത്തും നില മെച്ചപ്പെടുത്തും. അതിന് എൻ്റെ അടുത്ത് കണക്കൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലേ, ഞാൻ കണക്ക് വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. കാരണം അവിടെ ജനങ്ങൾ അത്ര നാണം കെട്ടുപോയില്ലേ. അവരത്ര ആഘോഷമായിട്ട് ജയിപ്പിച്ച ഒരു MLA ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അയാൾ എന്താ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നല്ലോ പറഞ്ഞത്. അയാളെന്താ പറഞ്ഞത്? നിയമപരമായി തെറ്റില്ല എന്നാ. ധാർമ്മികമായി തെറ്റാണല്ലോ ചെയ്തൊക്കെ. വേറൊരുത്തൻ്റെ ഭാര്യയാണ് എന്നറിയുമായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി അവരുമായിട്ട് ഇണചേരുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ട് തെറ്റല്ലേ? ഒന്നും രണ്ടും അല്ല. അതിപ്പോൾ ഇത്രയും നമുക്ക് അറിഞ്ഞൂടാ. 3 കേസ് ഇപ്പോൾ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോൾ ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പോഴയാൾ പറഞ്ഞത് നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയല്ല എന്നാ. ധർമ്മത്തിൻ്റെ മുമ്പിലോ സദാചാരത്തിൻ്റെ മുമ്പിലോ അതൊക്കെ അവിടുത്തെ വീട്ടമ്മമാർ കേൾക്കുമല്ലോ, പെൺകുട്ടികൾ കേൾക്കുമല്ലോ അല്ലേ, ആണുങ്ങളും കേൾക്കും. അപ്പോൾ അവർക്ക് അവിടുത്തെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരും അല്ലാത്തവരും അവിടുത്തെ മനുഷ്യന്മാരുണ്ട്. UDF വോട്ട് ചെയ്തവരും LDF വോട്ട് ചെയ്തവരും BJP അവരുടെയും കൂടി MLA ആണ് അദ്ദേഹം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യൻ്റെയും MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവരുടെ MLA ആണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മനുഷ്യന് നാണക്കേട് തോന്നുന്നല്ലോ. അപ്പോൾ അതിനോടൊരു കയ്പ് വരും. അത് ഇലക്ഷനിൽ കാണും. ശബരിമല വിഷയം തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലൊക്കെ സ്വാധീനിച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഗുണമുണ്ടാക്കുമോ? അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ശബരിമല 2 ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി ഇവർ ചെയ്ത പണിയാണ്. ഇപ്പം അതല്ല, യുവതീ പ്രവേശനമൊക്കെ പോയി. ഇപ്പോൾ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ളയിൽ തീർച്ചയായിട്ടും ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ആരൊക്കെ എന്തൊക്കെ കട്ടു നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അറിയപ്പെടുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ പത്മകുമാർ, വാസു ഒക്കെ ജയിലില്ല. അവർ കുറ്റം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ സംശയിക്കപ്പെട്ടവരാണ്. സാഹചര്യ തെളിവ് വെച്ചിട്ടാണ് പോലീസ് FIR ഇട്ടത്. അതിനനുസരിച്ചാണ് കോടതിയിൽ കൊടുത്തത്. അതിനനുസരിച്ചാണ് കോടതി റിമാൻഡ് ചെയ്തത്. അപ്പോൾ ഒരു സ്വാഭാവിക നടപടി ഉണ്ടാവേണ്ടതാണെന്ന് അവരെ സസ്പെൻഡ് ചെയ്യാം, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ കുറ്റവാളിയെല്ലാം തിരിച്ചെടുക്കാമല്ലോ. അത് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്നല്ലേ. ഇപ്പോഴത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയില്ലേ, അത് ഇലക്ഷനിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അതിൻ്റെ വില കൊടുക്കേണ്ടി ഒരു CPM ആണ്. കോൺഗ്രസ് നേതാക്കളുടെ അടൂർ പ്രകാശിൻ്റെയൊക്കെ പേര് ഈ ശബരിമല വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വേണ്ട. സോണിയാഗാന്ധിനെ കണ്ടു. അപ്പോൾ ഈ ആരോപണം വന്നതിന് ശേഷം ഇവരുടെ ഒരു സ്വർണം കട്ടവനാരപ്പ എന്നുള്ളതിൻ്റെ ഒരു ആരോപണത്തിന് ഒരു മൂർച്ച കുറഞ്ഞോ? മൂർച്ച കുറഞ്ഞുണ്ടല്ലോ, ഉറപ്പല്ലേ. കാരണം അടൂർ പ്രകാശിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്താണ് ബന്ധം അദ്ദേഹം വിശദീകരിക്കണം. തീർച്ചയായും. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ മാതിരിയുള്ള ഒരാളുടെ ഉത്തര ഉന്നത സ്ഥാനത്തുള്ള ആളുടെ വീട്ടിലെത്തിയത്? 3, എന്താണ് സോണിയാഗാന്ധി ഇയാളെ കാണാൻ കാരണം? ആ കൂടെ അടൂർ പ്രകാശുണ്ട്. അടൂർ പ്രകാശ് വിശദീകരിക്കേണ്ടത്. അത് UDFൻ്റെ കൺവീനറാ, ചെറിയ ആളല്ല. അപ്പോൾ ഇവരെ കുറ്റം പറയണമെങ്കിൽ UDFന് അർഹത വേണമെങ്കിൽ അത് വിശദീകരിക്കണം. ചെറിയ കാര്യമാണോ അത്? ഈ വരാനിക തെരഞ്ഞെടുപ്പിൽ ഇതെന്തായാലും വിഷയമാക്കുമല്ലേ? വിഷയമാവും, ഉറപ്പല്ലേ. അതിൽ എന്താ വെച്ചാൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അടൂർ പ്രകാശിനെ റിമാൻഡ് ചെയ്തിട്ടില്ല, അടൂർ പ്രകാശ് ജയിലിലല്ല. അല്ല മറ്റൊക്കെ ഫോട്ടോ വെറും ഫോട്ടോ അല്ലത്. പിണറായി വിജയനും ഒന്നിച്ചുള്ള ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ മാതിരി അല്ല. തിരുവനന്തപുരം നഗരത്തിനടുത്ത ഫോട്ടോ അല്ല. ഇത് ഡൽഹി താമസിക്കുന്ന ആളാണ് സോണിയാഗാന്ധി. അവരുടെ ഓഫീസ് എന്ന് പറയുന്നത് വളരെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷിത സ്ഥാനമാണത്. അവരുടെ വീട് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ Z കാറ്റഗറി ഉണ്ടാവുമല്ലോ. അവിടുത്തെ സുരക്ഷാ സംവിധാനം വളരെ ശക്തമായിരിക്കുമല്ലോ. അതിനകത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം പോയത് ആരുടെ കൂടെയാണ്? നമുക്ക് ആ ഫോട്ടോ കണ്ട വ്യക്തമാണ്. അടൂർ പ്രകാശിൻ്റെ കൂടെ. അടൂർ പ്രകാശ് താനല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ ഫോട്ടോ വേറെ ആളുണ്ടാക്കിയാന്ന് പറഞ്ഞിട്ടില്ല, കള്ളത്തരാന്ന് പറഞ്ഞിട്ടില്ല. കള്ളത്തരാണ് അത് തെളിയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടൂർ പ്രകാശ് തീർച്ചയായിട്ടും ഇത് വിശദീകരിക്കണം, കോൺഗ്രസ് വിശദീകരിക്കണം. സോണിയാഗാന്ധിയും പോറ്റി തമ്മിൽ എന്താ ബന്ധം എന്ന് പറയണം, ഒരു സംശയമില്ല. അത് പറയുന്നില്ലെങ്കിൽ ഇവരുടെ വാദം ദുർബലമായി തീരും.